ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമ. എല്ലാവർക്കും നമസ്തേ. വിശ്വബ്രഹ്മ സമൂഹ മഠത്തിൻ്റെ ഈ ഒരു ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം. വീഡിയോ മുഴുവൻ തീരും വരെ കാത്തിരിക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വാസ്തുശാസ്ത്രത്തിൽ അല്ലെങ്കിൽ വാസ്തു സനാതന ധർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് മരങ്ങൾ എന്നുള്ളത്. ഒരു മരം നമുക്ക് എങ്ങനെ നമ്മുടെ പ്രകൃതിക്ക് അനുകൂലമായിട്ട് നമുക്ക് നിർമ്മിതിക്ക് ഉപയോഗിക്കാം, മരത്തിൽ സ്ത്രീയുണ്ടോ പുരുഷനുണ്ടോ നപുംസകമുണ്ടോ എന്നൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ചെറിയ ചെറിയ ടിപ്പുകളായിട്ട് നിങ്ങൾക്ക് തരുന്നത്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എവരുടെയും സപ്പോർട്ടാണ് ഏതൊരു ചാനലിൻ്റെയും വിജയത്തിൻ്റെ അടിസ്ഥാനം. നമുക്കറിയാം, നാം ഒരു മരത്തിലെ അന്തസ്സാരമുള്ളതും ബഹിർസാരമുള്ളതുമായിട്ടുള്ള മരങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്താണ് അന്തസ്സാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാതലുള്ളത്, ബഹിർസാരം എന്ന് പറഞ്ഞാൽ പുറത്ത് കാതലുള്ളതും നടുക്ക് കാമ്പുള്ളതുമായ വൃക്ഷങ്ങളാണ് സാധാരണഗതിയിൽ നമ്മൾ ഇന്ന് കാണപ്പെടുന്ന വൃക്ഷങ്ങളെല്ലാം. അതേപോലെ തന്നെ പോസിറ്റിവിറ്റി, ദൃഢതയുള്ളതും ദൃഢതയില്ലാത്തതും നെഗറ്റിവിറ്റി ഉള്ളതുമായിട്ടുള്ള വൃക്ഷങ്ങളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരം വൃക്ഷങ്ങളിൽ ഏതാണ് സ്ത്രീ, ഏതാണ് പുരുഷൻ, ഏതാണ് നപുംസകം എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ചുവട് മുതൽ അഗ്രം വരെ, അതായത് ഒരു വൃക്ഷത്തിന്റെ ചുവട് മുതൽ അഗ്രം വരെ കൃത്യമായ റൗണ്ടോടുകൂടി, അതായത് വൃത്താകൃതിയിലുള്ളതും അതേപോലെ തന്നെ ചുവടിൽ നിന്നും മുകളിലേക്ക് ഒരേപോലെ, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് കൃത്യമായിട്ട് വൃത്തം മുകളിൽ വരെ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന വൃക്ഷങ്ങളെയാണ് നമ്മൾ പുരുഷ വൃക്ഷങ്ങൾ എന്ന് പറയുക. അതിൻ്റെ ശാഖകൾക്കൊക്കെ വളരെ ദൃഢതയുള്ളതും ഇലകൾക്കൊക്കെ പച്ചപ്പ് അധികമുള്ളതായിട്ടും കാണുന്നുണ്ട്. ഇനി എന്താണ് ഒരു സ്ത്രീ വൃക്ഷം എന്ന് പറയുന്നത്? ചുവട് വളരെയധികം തടിച്ചതും മുകളിലേക്ക് പോകുന്തോറും വളരെ ചുരുങ്ങിയതുമായിട്ടുള്ള ദണ്ട് പോലെ ഇരിക്കുന്ന, അതല്ലെങ്കിൽ നമ്മുടെ സാമാന്തരിക സ്ഫടികം പോലെ ഇരിക്കുന്ന ആ ഒരു രൂപത്തെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രൂപത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്ത്രീ വൃക്ഷ രൂപം എന്ന് പറയുന്നത്. ഇത്തരം വൃക്ഷങ്ങൾക്ക് ശാഖകൾ വളരെ കുറഞ്ഞതും ശാഖകളുടെ ഇലകളിൽ പച്ചപ്പ് കുറഞ്ഞതായിട്ടും വിളർച്ച ഉള്ളതായിട്ടും ഒക്കെ കാണാറുണ്ട്. ഇത്തരം വൃക്ഷങ്ങളെയാണ് നമ്മൾ സ്ത്രീ വൃക്ഷങ്ങൾ എന്ന് പറയുന്നത്. നപുംസക വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ മൂലാഗ്രവും അതേപോലെ തന്നെ നടു മധ്യവും ഒക്കെ തന്നെ രൂപ ലാവണ്യത്തിൽ വ്യത്യാസം ഉണ്ടാകുക. അതായത് മൂലവും അഗ്രവും, ചുവടും മുകൾ ഭാഗവും തടിച്ചിരിക്കുക, നടുഭാഗം ചുരുങ്ങിയിരിക്കുക, സ്ഥൂലമാകുക, അങ്ങനെ രീതിയിൽ കൃത്യമായ ഘടനയില്ലാത്ത വൃക്ഷങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത്, നപുംസക വൃക്ഷം എന്ന് പറയുന്നത്. നപുംസക വൃക്ഷങ്ങൾ ഒന്നും തന്നെ നമ്മുടെ ഒരു നിർമ്മിതിക്കും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ സ്ത്രീ വൃക്ഷങ്ങൾ നമുക്ക് എല്ലാ നിർമ്മിതികൾക്കും ഉപയോഗിക്കാം. മുഹൂർത്തക്കുറ്റി, മുഹൂർത്ത ഗർഭക്കുറ്റി, അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലേക്കുള്ള പീഠം, ക്ഷേത്രങ്ങളിലേക്കുള്ള സ്തംഭം എന്നിവ നിർമ്മിക്കേണ്ടത് പുരുഷ വൃക്ഷങ്ങൾ കൊണ്ട് മാത്രമാണ് എന്നുള്ളത് മാത്രമാണ് അതിലുള്ള ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്. നന്ദി, നമസ്കാരം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.